ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാഴ്ചയും രുചിയും. ഞാൻ അനുശ്രീ. ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നി ആയിട്ടാണ്. നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് പേരയില ഉപയോഗിച്ചുകൊണ്ടാണ്. വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വായ്പുണ്ണിനും അതുപോലെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഫാണ് പേരയില എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മളിന്ന് ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള പേരയില ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. പേരയിലയാണ്. ഇതിന്റെ നടുഭാഗം തണ്ട് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തളിരിലയാണ്, തീരെ കുഞ്ഞു തളിരിലയല്ല, അതിന്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ഇലയാണിത്. പിന്നെ അതിന്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. പേരയില ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായി മുറിച്ചെടുത്താണ്. 2 വറ്റൽമുളക്, ചെറിയ ഉള്ളി ഒരു 5 എണ്ണം, വെളുത്തുള്ളി 2 അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 1, അതുപോലെ ഒരു ചെറിയ ഭാഗം പുളിയും, വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും പച്ചമുളകും ആവശ്യാനുസരണം നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇതോടൊപ്പം നമുക്കിനി വേണ്ടത് ഇതൊന്ന് വഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ചെറിയുള്ളി ചേർക്കാം, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ, തക്കാളി, പുളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വാളംപുളി കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പേരയില ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ മുറിച്ചിങ്ങനെ ഇടാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലീഫാണ് പേരയില. അപ്പൊ നമ്മളിതിനു മുമ്പ് പേരയില ഹൽവ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. എന്നിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ദോശയുടെ ഒപ്പോ ഇഡ്ഡലിയുടെ ഒപ്പോ അപ്പത്തിന്റെ ഒപ്പോ അതുപോലെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. നമ്മുടെ ചട്നിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വഴറ്റി വെച്ചത് നന്നായി തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളം വളരെ കുറച്ച് ചേർത്ത്, അതായത് വെള്ളം ചേർക്കാതെ അരഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. ഈ വെള്ളം ചേർക്കാതെ അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പേരയില ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇലയാണിത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.